സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായി മോൺസ്റ്റർ ടാങ്ക് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു മോൺസ്റ്റർ ടാങ്കിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് മീനിനെ വാങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ നിലവിൽ നമുക്ക് മോൺസ്റ്റർ ടാങ്കിൽ മീനിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മുടെ കുളം ലീക്കായ, ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, കുളം ലീക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒരു തൽക്കാലം വേറൊരു ടാങ്കിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം ഗൈസ്. ചെയ്ത് നമുക്ക് മീനിന് എന്തായാലും കാണാം ഗൈസ്. ഓക്കെ, ഇത് ഫുൾ വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും ഇന്ന് കാണാൻ ശ്രമിക്കൊക്കെ ഗൈസ്. മഴ കൊണ്ട് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ വീടെത്തിയിട്ടുള്ളൂ, ഫുള്ള് മഴ കൊണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും മീനെ കാണാം ഗൈസ്. ഓക്കെ, അതായത് ഫൈനലി ഗൈസ് നമ്മൾ മീനെ കാണാനുള്ള നേരമായി. നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിട്ടിലാപ്പി ഒരു മോൺസ്റ്റർ ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചുതരാം. ഇതാണ് ഗൈസ്, ഒരു ഓസ്കാറാണ്. നമ്മുടെ ഉള്ള ഒരു ഓസ്കാർ ചാടിപ്പോയി. ഇനി വരെ നമ്മൾ പുതിയൊരു ഓസ്കാറിനെ എടുത്തു. ഒന്നിനെ എടുത്തിട്ടുള്ളൂ, ജോലി വാങ്ങിച്ചില്ല. പിന്നെ അതെ അത് കഴിച്ചാൽ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് കാണാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അത് ഇത്തിരി സീനാണത്. ഇത് ഗൈസ് നമ്മളെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ആണ്. എൻ്റെ പണ്ടുള്ള മീനായിരുന്നു. എൻ്റെ പണ്ടത്തെ വീഡിയോ ഒന്നും അറിയാം. ഓക്കെ, ഇതിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഗൈസ് അത്യാവശ്യം സൈസ് ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ അല്ല, അത്യാവശ്യം കിടുവാണ്. അത് കിടുവാണ് ഗൈസ്. ഇനി ലാസ്റ്റ് ആൻഡ് വൺ ഗൈസ്. അതിന് മുന്നേ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യണമെന്നില്ല, സബ് ചെയ്താലും മതി. ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഗൈസ്, മഴയൊക്കെ കൊണ്ട് ചെയ്യുക. ഒരു ലൈക്ക് ഒന്നും ഇതേ നമ്മൾ അടുത്ത മോൺസ്റ്റർ ഗൈസ്, റെഡ് ടെയിൽ കാറ്റ് ഫിഷ് എന്ന് പറയും ഗൈസ്. ഈ വീഡിയോ കാണുന്നവർക്ക് ഈ മീൻ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോ. പിന്നെ ഇതിന്റെ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇവരെ ഇടുന്ന ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചാൽ ലൂക്ക അവിടെ നിന്ന് കരയുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, നീ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടല്ലേ ലൂക്ക. ഫസ്റ്റ് ഇതേ നമ്മൾ സ്പോട്ടഡ് കാറ്റ് ഫിഷിനെ ഇറക്കി വിടാൻ പോണ ഈ ഒരു ടാങ്കിലാണ്. തൽക്കാലം നമ്മൾ റെട്ടേലിനെ ഇതിൽ വിടും. പിന്നെ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഇറക്കി വിടും ഗൈസ്. ഓക്കെ ഗൈസ്, റിട്ടേലിനെ സ്പോട്ടറിനെ ഒന്നിച്ചിട്ട് എന്ത് സീൻ ഉണ്ടാവും നിങ്ങൾ കമന്റ് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ ഓസ്കാറിനത് അവന്റെ കൂടെ ഇടും. അവനെ നമുക്ക് ഏതെങ്കിലും ടാങ്കിൽ ആദ്യം ഇടണം. അതൊക്കെ പിന്നെ ചെയ്യാം. ഇനി നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോകാൻ ഗൈസ്. പൊട്ടിച്ചിടണം. അതൊരു ബിഗ് ടാസ്ക് ആണ് ഗൈസ്. നമുക്ക് ഒരാളെയും കൂടി സഹായത്തിന് വിളിക്കാം. ഓക്കെ, ലൂക്കനെ വിളിച്ചാലോ? ലൂക്ക ആയിവ, എന്തൊരു അനുസരണം ഗൈസ്. നമുക്ക് എന്തായാലും പൊളിച്ചിടാം. ഓക്കെ, യെസ്, നമുക്കിനി മീനിനെ പൊട്ടിച്ചിടാം ഗൈസ്. ഞാൻ ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് കുളത്തിൽ ലീക്കായി ഗൈസ്. ഞാൻ ലീക്കായ വീഡിയോ ചെയ്തിട്ടില്ല. കുളം ലീക്കായി. നിങ്ങൾ ഇതിലങ്ങ് പൊട്ടിക്കോ. ഞാൻ വേറെ വീട്ടിൽ ചെയ്യട്ടോ. അപ്പോൾ അതെ നമുക്ക് പൊട്ടിച്ചിടാം ഗൈസ്. പൊട്ടിക്ക് ഗൈസ്. നമ്മളെ അമ്മി പൊട്ടിച്ചേരും എന്നത്തെ പോലെ ഗൈസ്. ഞാൻ മടിയാണ്, ഞാൻ പണിയൊന്നും എടുക്കില്ല. ഓക്കെ, അതെ റെട്ടയിലാണോ ആദ്യം പൊട്ടിക്കണത്? ഓക്കെ, റെട്ടയിലാണ് ലാസ്റ്റ് പൊട്ടിക്കുക. ഇതെടുത്തോ. ഓക്കെ, നമുക്ക് എന്തായാലും പൊടി ഗൈസ്. ഇത് പണ്ട് പണ്ടല്ല, കുറച്ച് മുന്നേ ഗപ്പിനിട്ട ടാങ്ക്. ഞാൻ ഗപ്പിനെ ഒഴിവാക്കിയതല്ല ഗൈസ്. നമ്മൾ വേറെ ടാങ്കിലൊക്കെ ഇട്ട് വെച്ചതാണ്. ഞാൻ പറയുമ്പോൾ കയ്യിന്ന് പോണതാണ് സംഭവം. ഓക്കെ ഗൈസ്, എയറൊക്കെ അടിച്ച് കൊണ്ടുവന്നാണ്. നമ്മൾ പുറക്കാട്ട് ഒരു ഫാമിൽ നിന്നാണ് എടുത്ത്, ഫാമല്ല പെറ്റ് ഷോപ്പിൽ നിന്ന് എടുത്ത്. കുഴപ്പമില്ലാത്ത ഫിഷ്. റെട്ടയിൽ എന്ന് പറയുമ്പോൾ 250 റുപ്യ വരും. നൈസ് ഫിഷാണ്. ഒരെണ്ണം പെർ പീസ് 250 ആണ്. അതിനിപ്പോൾ പിന്നെ നമുക്ക് ഇറക്കി വിടാം ഗൈസ്. വിട്. നമുക്ക് ടൈം ടു റിലീസ് മോൺസ്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് എന്തായാലും അവരെയും അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഏതാ ഇനിയിപ്പോൾ അടുത്ത പൊട്ടി എവിടെ? ഓക്കെ, ഫോട്ടോ താണ്ട പോണു. കിടിലോസ്കി, ബംബ്ലോസ്കി, പുളിക്കോസ്കി മീനുകൾ. ഇത് അവിടെ കിടന്ന് ഗ്രോത്ത് ആയതാണ്. എൻ്റെ എത്തി നോക്കുന്ന എന്ത് കാണാൻ നിൽക്കുക. ഇനി നമുക്ക് റെട്ടയിലും പൊട്ടിക്കുക. കേസ് ഞാനാണ് കേസ് എക്സൈറ്റ്മെന്റ്. നമ്മളെ ടാങ്കിൽ ഇട്ടിട്ട് അതിന്റെ ലുക്ക് ആണ് കേസ്. ടെമ്പറേച്ചറൊക്കെ സെറ്റ് ആയതാണ്. അതുകൊണ്ട് വലിയ സീനില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, റബ്ബർ ബാൻഡ് കട്ട് ചെയ്തോളാ. റബ്ബർ ബാൻഡ് വേണ്ടല്ലോ. കത്തി എടുത്തുവാ. ലൂക്ക ഇരിക്കുന്ന നോക്ക് ഗൈസ്. കോമഡിയാ. ടാങ്കിലേക്ക് നോക്കിയിരിക്കുക. അതന്നെ ഗൈസ്. നമ്മൾ ഒരു ബൗള് കാലി ഗൈസ്. നമുക്ക് അതിൽ ബെറ്റനെ വന്നിരുന്നു. കുറച്ച് ചാടി. ഒയ്യോ ഗൈസ്, എങ്ങോട്ട് ചാടിപ്പോയി. അത് നമ്മൾ അമ്മയൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്. വേണ്ട ഗൈസ്. പുതിയ കാറ്റ് ഫിഷിനെ കണ്ട ആള് നോക്കുന്നതാണ്. എന്താ പരിപാടി? ഇവിടെ എന്താ നടക്കുന്നത് നോക്കുക നമുക്കൊരു. ഓക്കെ, ആള് ഭയങ്കര ഗൈസ്. നമുക്ക് കാറ്റ് ഫിഷിനെ പൊട്ടിച്ച് കിട്ടി ഗൈസ്. മക്കള് കിൻഡർ ജോയ് തുറക്കുമ്പോഴുള്ള അവസ്ഥ ഗൈസ്. ഓക്കെ, വേറെ ഇറക്കി വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇറക്കിയിട്ടുണ്ട്. കാറെന്തിനാ? കാറ് വേണ്ട. പുതിയ മീൻ. ഏയ്, എന്താ കാണിക്കണേ? അതിലൊന്നുമില്ല. അതിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിൽ മാത്രമേ ഉള്ളൂ.
എന്റെ 10-250 മീൻ തിന്നോ? ഏയ് ഇതെന്താണ് കാണിക്കണേ? ഇതറ്റായി വീടാ എന്റെ റെട്ടയിലിന്റെ കാര്യത്തിൽ തീരുമാനമായി. അയ്യോ പിടിച്ച് തിന്നു ഗൈസ്. ഈ ലൂക്ക ഭയങ്കര കുരുത്തം കെട്ട പൂച്ചയാണ് ഗൈസ്. ആയിരിക്കും ഇതിന് ഗിവവേ വേണേ പറഞ്ഞാൽ ഞാൻ വെറുതെ തരാം. ഗിവവേ കൊടുക്കാൻ വെച്ച സാധനം. നോക്ക് ഇവിടെ നോക്ക് ഇതുണ്ട് ഗൈസ്. നമ്മൾ ഗിവവേ കൊടുക്കാൻ വെച്ചാണ്. ഇത് 2025 മോഡലാണ്. ആണെങ്കിൽ പറഞ്ഞാൽ മതി. ഫ്രീയാ, സിംഗിൾ ഓണർഷിപ്പാ നമ്മളെ റെട്ടയിൽ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരില്ല, അങ്ങനെയൊന്നും തീരില്ല. ലൂക്ക വാ, ലൂക്ക ഗൈസ്. ലൂക്ക വന്നില്ല പണിയാവും ഗൈസ്. ഓക്കെ കയ്യില്ലേ ഗൈസ്, കിട്ടിയിട്ടുണ്ട്. അമ്മേ ആക്കി ചൂടായി ഗൈസ്. കണ്ടോ ചൂടാവുന്നോ? ചൂടാവുണ്ടോ? നമുക്ക് കാറ്റ് ഫിഷിനെ പൊട്ടിച്ചിടാം ഗൈസ്. അല്ല ഓസ്കാറിനെ പൊട്ടിച്ചിടാം. എന്റെ ഞാൻ പിന്നെയും ഗൈസ് കാറ്റ് ഫിഷിന്റെ അടുത്തോട്ട് പോകുന്നുണ്ടോ? പൊടി ഗൈസ്. അവർക്ക് ഈ മീനെ തിന്നണം ഗൈസ്. ഇനിയിപ്പോ അവള് തിന്നാതെ വരില്ല ഗൈസ്. വലട്ട് വെക്കേണ്ട അവസ്ഥയായി. അയ്യോ അപ്പോ ഗൈസ് നമുക്ക് ടാങ്ക് മൂടി വെക്കാൻ ഗൈസ്. ഇല്ലെങ്കിൽ മീൻ നമുക്ക് ഒരൊറ്റ ഒന്നും ബാക്കി ഉണ്ടാവില്ല. നൈസായി നമുക്കിതൊന്ന് മൂടി വെച്ചേക്കാം. ഓക്കെ ഇത് അവള് തിന്നോ എനിക്കറിയില്ല ഗൈസ്. ഇതുവരെ കാണിക്കാത്തൊരു സ്വഭാവമാണ്, ഒരു വൃത്തിയിട്ട സ്വഭാവമാണ്. മീനെ തിന്നാൻ നോക്കരുത്. എന്റെ മോളിൽ കയറി ഇരിക്കും, പക്ഷെ തിന്നലില്ല. അവൾക്ക് ഇനിയും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഗൈസ് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അതിനോട് ദേഷ്യമാണ്. കാറ്റ് ഫിഷ് വെറൈറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ആ നൈസായിട്ട് എടുത്ത് വല്യമ്മേന്റെ കൊടുത്ത് വിടാം ഗൈസ്. അല്ലെങ്കിൽ സീന നമുക്ക് ഇനി വേറെ എങ്ങോട്ടേ നാട് കത്താം. അമ്മേ ഇതിനെ കൊണ്ടുപോ, അത്തെ കൊണ്ടുപോ. അതിന് ഫുഡ് ഏറ്റവും കൊടുത്തോ. നമുക്ക് ഓസ്കാറിനെ കിട്ടി ഗൈസ്. ഇനി നമുക്ക് ഓസ്കാറിനെയും കൂടി ഗൈസ് 2 കൊത്ത് കൂടുവോ ഗൈസ്? ചിലപ്പോൾ നമുക്കൊരു കിഡിലിനെ അടി പ്രതീക്ഷിക്കാം. നമ്മളിങ്ങനെ ഓസ്കാറിനെ റിലീസ് ചെയ്തു. ഓക്കെ വെയിറ്റ് ആൻഡ് സീ. അയ്യോ ഗൈസ് ആ കുരുത്തം കെട്ടത് വല്ലാത്തൊരു സാധനമാണ്. ഓക്കെ ഒരു കിഡിലിനെ അടി പ്രതീക്ഷിക്കാം. ഗൈസ് ഇനിയിപ്പോൾ ആൾ ഉഷാറാവുമായിരിക്കും. ഇനിയിപ്പോൾ എന്താ അടി ഉണ്ടേ നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. ഇതുവരെ പ്രശ്നമൊന്നും ഇല്ല ഗൈസ്. മേല് പോയി കിടക്കണൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, രണ്ടാളും ഒന്നിച്ച് കിടക്കുന്നുണ്ട്. എന്തേ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ നമുക്ക് കാണാൻ മാറ്റിയിടണോ? എന്ത് ചെയ്യാം ഗൈസ് നമുക്ക്. ഇപ്പം എന്തായാലും അങ്ങനെ ഓട്ടപ്പം എന്തായാലും അടിയൊന്നും ഉണ്ടാക്കുന്നില്ല. ആള് സേഫാണ്. എന്തായാലും സീനൊന്നും ആക്കുന്നില്ല ഗൈസ്. ഓക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഗൈസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിലുള്ള മീനിനെയും കൂടി കാണിച്ചു തന്നിട്ട് വേണ്ടി. ഓക്കെ കുളത്തിലുള്ള മീനിനെ നമ്മൾ മാറ്റിയിട്ടത് ഇതിനകത്തേക്കാണ്. നമ്മുടെ കുളത്തിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് ഗൈസ്. സേഫാണ്, അവരുടെ ടൈം പോയിട്ടില്ല. ഓക്കെ എന്നിട്ട് ഈ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്നല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നന്നായിരിക്കും. ലൈക്ക് ബൈ.